കേട്ടോ. അപ്പോ കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്കിനി കേൾക്കാനും കേൾക്കാതിരിക്കാനും അപ്പൊ നമ്മളുടെ മൈ വേ ബൈ കല്യാണി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച ആ കറുത്ത കരിമാങ്കല്യത്തിനല്ല, അതായത് മെലാസ്മ എന്ന് പറഞ്ഞ 90% പാരമ്പര്യ ഘടകങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന മുഖത്ത് ഭാവിയിൽ തെളിഞ്ഞു വരും, അച്ഛന് തെളിഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ന്യായീകരിച്ചെങ്കിലും അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനല്ല പോയത്. മാറി 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 ഇങ്ങനെ ക്രീമുകളും സൺസ്ക്രീനും ഒക്കെ തേച്ചിട്ട് അവരുടെ മുഖത്ത് നാച്ചുറലായിട്ടുള്ള ആ കോട്ടിങ്, ആ സ്നിഗ്ധത, അവരുടെ ആ ഒരു കവറിങ് മുഖത്തിൻ്റെ പോയി. പിന്നെ അവർ എന്ത് സാധനം തേച്ചാലും ഇതിങ്ങനെ മോക്കുരുമായിട്ടും കറുപ്പായിട്ടും ഒക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. സ്കിന്ന് മൊത്തം ഡാമേജ് ആയിട്ടാണ് അവർ ആ സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടോതയോൺ അവർ ഇൻഫ്യൂസ് ചെയ്തു. അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും കല്യാണി ഇങ്ങനെ മാറി 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 ഉപയോഗിക്കുന്ന ആ സൺസ്ക്രീനിൻ്റെ കാര്യം, അവർ ആ സൺസ്ക്രീനും പൊക്കി പിടിച്ച് വരുന്നുണ്ട്. അതിലവർ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇത്രയും സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യണതാണ്, ഇത് ദിവസവും ഒരു ദിവസം എല്ലാം കൂടി തേക്കില്ല, ഒരു ദിവസം ഇത് തേക്കും, അടുത്ത ദിവസം വേറെ ബ്രാൻഡിൻ്റെ തേക്കും, അടുത്ത ദിവസം വേറെ ബ്രാൻഡിൻ്റെ തേക്കും, ഇങ്ങനെ. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്ത് അത് വൈറ്റ് കാസ്റ്റ് ആണെന്ന് കാണുമ്പോൾ അത് പറഞ്ഞ ആൾക്കാരുടെ നെഞ്ചത്തേക്ക് കയറുക. അതായത് അവർ ചെയ്യുന്നതിൻ്റെ ആ ഒരു വിഡിത്തം, ഒരുപാട് സൺസ്ക്രീൻ കാണിച്ചിട്ട് ഞാനിത് ഇന്ന് ഇത് കാണിച്ചാൽ നാളെ വേറെ തേക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ വീണ്ടും ഓരോ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സൺസ്ക്രീൻ പറഞ്ഞിട്ട് പറയണം ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല, ഇത് കുറേ നേരം നിൽക്കും, ഇത് സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ആവും, അങ്ങനെ ഇങ്ങനെ. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ നമ്മൾക്ക് അവരുടെ കാണാം. അപ്പൊ നമ്മളിന്ന് വീട്ടിലോട്ടല്ല പോകുന്നത്, നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ടപ്പോൾ അപ്പുകുട്ടനും കറുത്ത ഡ്രസ്സ് മതി എന്ന് പറഞ്ഞ് കറുപ്പ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് തുള്ളി ചാടി. അപ്പൊ സ്കിൻ കെയറിന് വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇതിലാണെങ്കിൽ 90% നാച്ചുറൽ ഒറിജിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, SPF 50 PA4+ ഉണ്ട്. ഞാൻ ഇടുന്ന കണ്ടപ്പോൾ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അമ്മയുടെ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളിവൊന്നും വരുത്തില്ലായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഞാൻ 2 ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് നന്നായിട്ട് അബ്സോർബ് ആവും. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരത്തില്ല, നല്ലൊരു ഗ്ലോ തരും. വിയർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് മുഖമായിട്ട് അങ്ങ് അബ്സോർബ് ആയിക്കോളും. ഇതിപ്പോ അമ്മയ്ക്ക് അപ്പൊ കണ്ടല്ലോ അവരുടെ ആ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ അവരുടെ അമ്മേനെ അവർ സൺസ്ക്രീൻ തേപ്പിക്കുന്നു, അവരും തേക്കുന്നു. വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. അവരാ പറയുന്ന പർട്ടിക്കുലർ ബ്രാൻഡിൽ അവരെ ആ ഉപയോഗിക്കുന്നത് കണ്ട് പലരും അനുകരിക്കുന്നു. അവർക്കൊക്കെ നല്ല വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്തു. പിന്നെ എന്തിനാണ് ഇങ്ങനെ എത്തിക്സ് ഇല്ലാതെ ഇങ്ങനെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണേ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവർക്ക് നേരെ വിമർശനങ്ങൾ വരും. അവരതിന് മറുപടി ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതിലവർ ഒരുപാട് സൺസ്ക്രീൻ ഒരുമിച്ച് പൊക്കി പിടിച്ചിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ ഈ സൺസ്ക്രീൻ ഒരുമിച്ച് ഒരു ദിവസം തേക്കില്ല, പക്ഷേ ഇന്നത് തേക്കും, മറ്റന്നാളെ വേറെ ബ്രാൻഡിൻ്റെ തേക്കും, മറ്റന്നാൾ വേറെ ബ്രാൻഡിൻ്റെ. അവർ ചെയ്യുന്ന വിഡിത്തത്തിൻ്റെ ഒരു ആഴം നോക്കണം. അവർ ഒരു പർട്ടിക്കുലർ ക്രീം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് സൺസ്ക്രീൻ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ട് അവർ തേക്കുന്നത് അത് മാത്രമല്ല, ഡെയിലി അവർ ഓരോ ക്രീമുകൾ തേച്ചുകൊണ്ടിരിക്കും. എന്തായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോ കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്കിനി കേൾക്കാനും കേൾക്കാതിരിക്കാനുമായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. എന്റെ ഫേസിൽ ലിപ് ബാം അല്ലാതെ മറ്റു പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നന്നായിട്ട് തുടച്ചു കാണിക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് എന്റെ ഫേസ് വെള്ളം ഒഴിച്ചും കൂടെ ഞാൻ തുടച്ചു കാണിക്കാം. അത്രയും ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഏത് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു ഈ ഹിമാലയയുടെ സൺസ്ക്രീൻ ഒരു പന്ന പ്രോഡക്റ്റ് ആണെന്ന്? ഞാൻ ഫേസിന്റെ ഒരു സൈഡിൽ മാത്രം ഹിമാലയയുടെ സൺസ്ക്രീൻ ഇതാ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ 2 ലെയർ അടുത്തതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി എന്റെ ഫേസിൽ ഇത് മാച്ച് ആയി, പക്ഷെ നിങ്ങളുടെ ഫേസിൽ ഇത് മാച്ച് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാവരുടെയും സ്കിന്ന് വേറെ വേറെ ആണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. അത് ഒരു പന്ന പ്രോഡക്റ്റും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരുപാട് സൺസ്ക്രീനും ഇതൊക്കെ തേച്ച് മറ്റുള്ളവരെ, ഞാൻ പറഞ്ഞില്ല കമ്മീഷന്റെ കാര്യം, ഏകദേശം 10 മുതൽ 15% വരെ കമ്മീഷനാണ്. 600 രൂപയുടെ ഒരു ക്രീം അവർ കൊടുക്കുന്ന ലിങ്ക്, ഈ ലിങ്ക് താഴെ ലിങ്ക് താ എന്ന് ചോദിക്കുന്നവരോട് ലിങ്ക് അവർ കൊടുക്കുമ്പോൾ ആ ലിങ്കിൽ പോയി ഒരാൾ ഒരു പ്രോഡക്റ്റ് മേടിച്ച് 600 രൂപയുടെ ക്രീം ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് 60 രൂപ കിട്ടും. അവരുടെ മിനിമം അവരുടെ ഓരോ വീഡിയോൻ്റെ അടിയിൽ ഒരു 10,000 കമൻറ്റ് വരുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ പകുതി 3000 അത് ലിങ്ക് ചോദിച്ചിട്ടാണ്. അതിലൊരു 1000 പേര് പ്രോഡക്റ്റ് വാങ്ങും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രൊഡക്ഷന് അവർക്ക് കിട്ടുന്നത് ഏകദേശം
ഒരു 60,000 രൂപയാണ്. ആ പ്രൊമോഷന് വേണ്ടി അവർ വാങ്ങുന്ന ആ വലിയൊരു എമൗണ്ട്. ഇനി ഇവർ എന്തുകൊണ്ടാണ് ഈ കമ്പനിക്കാർ ഇവരെ പ്രൊമോഷന് വിളിക്കുന്നത്? ഇവരാദ്യം തന്നെ ഇങ്ങനെയുള്ള ഡെർമറ്റോളജിക്കൽ സെൻറ്ററിൽ പോയിട്ട് സ്കിന്നൊക്കെ നല്ല ഗ്ലൂട്ടാതയോടൊക്കെ ചെയ്ത് നല്ല വെളുത്ത് മിനുത്ത് പാറും. ഇവർ ഈ വീഡിയോകൾ ഇങ്ങനെ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ ഈ കമ്പനി ഇത് ഓക്കെ ഇവർ കൊള്ളാലോ, ഇവരുടെ മുഖത്ത് ഇങ്ങനെ ഇത് തേച്ച് നല്ല എഫക്റ്റീവായിട്ട് കാണിക്കാൻ പറ്റും സബ്സ്ക്രൈബേഴ്സിനെ. അപ്പോൾ ഇവര് ആയിട്ട് കമ്പനി ബന്ധപ്പെടുന്നു, ഇവരെ ഇന്ന രീതിക്ക് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് അവരെ ആ കോണ്ടാക്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഇവരുടെ ഒരു ലക്ഷ്യം എന്താ? മാക്സിമം മറ്റുള്ളവരെ കൊണ്ട് ഇതിങ്ങനെ തേപ്പിക്കുക. അങ്ങനെ തേച്ചിട്ടാണ് ഇവർക്ക് പണി കിട്ടിയത്. അപ്പോൾ കല്യാണി പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിൻ്റെ കോട്ടിങ് പോയതുകൊണ്ടാണ്. കല്യാണിക്ക് ഒരു 30 ആവാറായതുകൊണ്ട് തന്നെ ചെറിയൊരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്കിന്ന് ഡാമേജ് ആയ ഈ കൊറിയൻ ക്രീമൊക്കെ തേച്ചാൽ ഡോക്ടർ അത് പറയുന്നുണ്ട്, സ്കിൻ ഡാമേജ് ആയ അവർക്ക് അത് റിജുവനേറ്റ് ചെയ്യാൻ നാച്ചുറലി അത് റിപ്പയർ ചെയ്യപ്പെടും. കല്യാണിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ സപ്ലിമെൻറ്റുകളും ഗ്ലൂട്ടാതയോണൊക്കെ കഴിച്ചാലാണ് അവർക്ക് ആ സ്കിന്ന് ഉള്ളിൽ നിന്ന് റിജുവിനേറ്റ് ചെയ്ത് വരുള്ളൂ. ഇനി അവർ ആകെ കൂടി ഒരു പ്രൊസീജിയറേ ചെയ്തിട്ടുള്ളൂ. അത് ഈ ഉള്ളിലുള്ള കഴിക്കുന്ന മരുന്നിൻ്റെ ചെറിയ സൈഡ് എഫക്റ്റ് ആയിട്ട് അവർ മോക്കുരു വന്നു എന്ന് പരാതിപ്പെട്ടപ്പോൾ നേരെ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ഹൈഡ്രേഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ മരുന്നുകളും എല്ലാ കാര്യങ്ങളും ചെന്ന് നമ്മളുടെ ഒരു ബോഡി ഒന്ന് അതിനെ റിപ്പയർ ചെയ്യുമ്പോൾ, സ്കിന്ന് റിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇരുളീച്ച അത് വിതിൻ 2 or 3 days അല്ലെങ്കിൽ 3 or 5 daysന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. ആ ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, നമുക്കൊന്ന് കേൾക്കാം. ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണ്? എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പോൾ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനും പോയി കാണിച്ചിട്ടില്ലേ? അത് ആ സ്റ്റിറോയിഡ് ക്രീമിന്റെ എന്താണ് ആ സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചെന്നും എത്ര നാളത് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യം കണക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലുണ്ട്. വേറെയും കുറെ മെഡിക്കൽ കാര്യങ്ങളുണ്ട്, ഹിസ്റ്ററീസിലുണ്ട്. അപ്പം ഈ പാട് വന്നത് ഈ പറയുന്ന പാരമ്പര്യമായിട്ടുള്ളതല്ല, ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തതിന് ശേഷം വന്നതാണ്. അല്ലല്ലല്ലല്ല, ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ആള് അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞ നമ്മളൊരു പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്, അതാണ് ഇപ്പൊ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. മൊത്തമായിട്ടുള്ള ഒരു സ്കിന്നിന്റെ ഒരു വേറൊരു ഒരു മൊത്തം സ്കിൻ ബാരിയർ, അത് ഞങ്ങളുടെ മാനേജറും പറഞ്ഞല്ലോ അതിന്. അത് സ്കിൻ ബാരിയർ എന്ന് വെച്ചാൽ, ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു പാത്രത്തിനൊരു ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു പ്രതിരോധ ശക്തി തരുന്നൊരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മിക്ക ആൾക്കാർക്ക് അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സുള്ള ഈ ഏർലി 20s ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നതാണ്, ആ പ്രൊഡക്ട്സ് അങ്ങോട്ട് നിർത്തിയാൽ മതി. അപ്പോൾ സെൽഫായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല, 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ളൊരു സമയം ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു റിപ്പയറിങ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടത്താൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം, ഈ 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ, 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കണം സ്കിന്ന്. ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്തുമാതിരി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ഇതിന്റെ ഇരിപ്പുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള എല്ലാം ഉണ്ട്. എന്താണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്? കുട്ടി വേറൊരു ശുദ്ധ നുണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ. അത് ഞാൻ ആലോചിക്കണേ, എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറയണമെങ്കിൽ. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയണം. മുഖത്തൊരു പാട് മാറ്റാൻ വന്ന ഒരാള്, ഓക്കെ, ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്നും പറഞ്ഞു വന്നു. ആ പാട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താന്നുള്ളത് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ല. അപ്പൊ ഒരു 3-4 മാസം കഴിയുമ്പോൾ അതുകൊണ്ട് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് ഒച്ചുണ്ടാക്കാം, കറക്റ്റ്. ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിർത്തിപ്പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ അവര് ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ മാതിരി ആ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ അത് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞവര് വേറെന്താ മൈക്രോഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്ന് അവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവല്ലോ, അവരൊപ്പ്. അതിന്റെ കൂടെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, അത് ബില്ലിലും ഉണ്ടാവുമല്ലോ. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക? ഞാൻ വേറെ ഒന്നും അവിടെ നിന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത്.
അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് ആ കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടുന്ന് വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നെ മോളെ പൊയ്ക്കോന്ന് പറയോ? ഇതിന്റെ എല്ലാത്തിനും അതെന്താ ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടല്ലോ, ഇവർ ഒപ്പിട്ട് വന്നേക്കുന്നുണ്ട്. ബാക്കി അടുത്തൊരു കംപ്ലൈൻറ്റ് ഇവർ അവരുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ അവരുടെ ആ പ്രോഡക്റ്റ് അല്ല അവർ വാങ്ങിപ്പിച്ചത്, ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റാണ്. ആ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റിന് ഗൂഗിൾ ചെയ്ത് വരുമ്പോൾ ഏകദേശം 16,000 രൂപയുടെ ഒരു ക്രീം അവർക്ക് അത് ആവശ്യമാണ്. അപ്പോൾ അവരും അവരുടെ ഹസ്ബൻഡും അത് ഉപയോഗിച്ചോളാമെന്ന് പറഞ്ഞാൽ അവർ സസന്തോഷം വാങ്ങിയ ക്രീമാണ് ഇവർ ഈ പറയുന്ന ലോകത്തില്ലാത്ത വില. ശരിക്കും ലോകത്തില്ലാത്ത വിലയാണ് 16,000. ഇങ്ങനെ തലവെച്ച് കൊടുക്കാൻ പോയിട്ടല്ലേ. എന്തായാലും ഫർദറായിട്ട് ഇവർ ആ ക്ലിനിക്കുമായിട്ട് കൊളാബ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഫ്രീ തരണമെന്ന് പറഞ്ഞ് ചെന്നിട്ട് തന്നെയാണ് ഡോക്ടറുമായിട്ട് അടഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കോൺട്രവേഴ്സി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു വിവാദം വന്നില്ലായിരുന്നെങ്കിൽ കല്യാണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി പല ഡെർമറ്റോളജിക്കൽ ക്ലിനിക്കിലും പോയി ഗ്ലൂട്ടാതയോണൊക്കെ ചെയ്ത് സ്കിൻ ഇങ്ങനെ വൈറ്റനിങ് ചെയ്യുന്നു എന്നൊക്കെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ അറിയാൻ പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഫർദറായിട്ട് നമ്മൾ ആ ഡോക്ടർ പറയണതൊന്ന് കേൾക്കണം. 4 മാസമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഞങ്ങൾ ചെയ്തില്ല? അതിനുത്തരം പറ. ഒരു പാടായിട്ട് വന്നിരിക്കും, 8 കൊല്ലമായിട്ട് പാടായിട്ട് വന്നിരുന്ന മനുഷ്യന്റെ മേത്ത് ഞങ്ങൾക്ക് ലേസർ അടിക്കാം, എന്ത് വേണം ചെയ്യാലോ. സുഖം പറഞ്ഞ മുഖത്തെ സ്കിന്ന് മൊത്തം കംപ്ലീറ്റ്ലി അത്ര ഇതായിട്ടുണ്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് കോംപ്രമൈസ്ഡ്. അതിന്റെ സിവിയറിറ്റി ഓഫ് ദി കൺസേൺ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവര് വന്നപ്പോ ഉള്ള കണ്ടീഷനേക്കാളും മെച്ചപ്പെട്ടിട്ടില്ല ഇപ്പോ? നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ പാടും കുത്തും എല്ലാം കണ്ടിട്ട് അതല്ലേ ഞാൻ ചോദിച്ചത്. മുഖത്ത് വല്ല പാടോ പൊള്ളലോ എല്ലാം കാര്യം. പിന്നെ സ്കിന്ന് ഇരുളിക്കും ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. അതിനുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മുടെ സ്കിന്ന് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് റിപ്പയർ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സ്കിന്ന് ആ വെള്ളം വലിച്ചെടുത്തിട്ട് സ്കിന്നൊന്ന് റിപ്പയർ ചെയ്യുക. ആ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഡീഹൈഡ്രേഷൻ സമയത്ത് ഒരു 3-4 ദിവസത്തേക്ക് സ്കിന്നൊന്ന് ഡള്ളായിട്ടാണ് സ്കിന്ന് പിക്ക് ചെയ്യുക. അത് ഏത് ട്രീറ്റ്മെന്റും അങ്ങനെയാണ്. നമുക്ക് സ്കിന്ന് മുറിഞ്ഞു കഴിഞ്ഞാലേ സ്കിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒരച്ചിലോ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കറുത്തൊരു സ്കാബ് വരില്ലേ? ആ സ്കാബ് വരുന്നതിന് സമയത്ത് ചുറ്റും ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് വരും. ആ ഡീഹൈഡ്രേഷൻ വരുന്നത് അതെന്താ വെച്ചാൽ സ്കിന്ന് റിപ്പയർ ചെയ്യുന്നൊരു ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ കൗൺസിൽഡാ. ആ വളരെ ചുരുങ്ങിയ സമയത്ത് 3-4 ദിവസത്തേക്ക് സ്കിന്ന് അതേപോലെ ഒറ്റ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒറ്റ പ്രൊസീജിയർ ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് റിപ്പയർ മോഡിലോട്ട് പോകുമ്പോൾ സ്കിന്നൊന്ന് ബാക്ക് ചെയ്തൊന്ന് വലിഞ്ഞ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡള്ളാവുന്നുള്ള നേരത്തെ പറഞ്ഞത്. ഡൾനെസ്സിന്റെ പേരിലാണോ ഈ സോഷ്യൽ മീഡിയ ചർച്ച ഉള്ളത്? ആ കുട്ടിയുടെ സ്കിന്നെ ആൾ നന്നാക്കി കൊടുത്തതിന് ഒരു ക്രെഡിറ്റും നമുക്കില്ല. ആ കുട്ടിയുടെ സ്കിന്ന് എങ്ങനെയായിരുന്നു എന്നുള്ളതും എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു ഉള്ളതും അത് എത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഇനി കേസായിട്ട് മുന്നോട്ട് നീങ്ങുക എവറിത്തിങ്. ഞാൻ അവരെ വേറൊരു വശം ഞാൻ പറഞ്ഞത് കേട്ടു. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നുള്ളത്. അതൊക്കെ വല്ല ഫോറൻസിക് എവിഡൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. അല്ലാതെ എനിക്ക് അതിനൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താ എഴുതി ചേർക്കണ്ടേ? ഇവർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചെന്നോ? വേണ്ട. യൂട്യൂബിൽ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പല പ്രൊഡക്റ്റിനും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിയിക്കാലോ. ബ്രാൻഡ് വെച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ എഴുതി ചേർക്കണോ? കേട്ടല്ലോ. അപ്പൊ ഡോക്ടർ പറയുന്നത് അവര് ഈ കിടന്ന് കരിവാളിച്ചു എന്ന് കരഞ്ഞത് അത് സ്കിന്ന് നമ്മൾ റിപ്പയർ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് സ്കിന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മുറി പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു കറുപ്പ് തൊലി വരും, പിന്നെ അതിങ്ങനെ ഉണങ്ങാനായിട്ട് നമുക്കൊരു ചൊറിച്ചിൽ വരും. അതാണ് ഡോക്ടർ പറയണത്. അതാണ് ഇവർക്ക് സംഭവിച്ചത്. ഇവർ ഈ കഴുത്തിലെ കരിവാളിപ്പ്, മുഖത്തെ കരിവാളിപ്പ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ചികിത്സ എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി കല്യാണിയുടെയും ഡോക്ടറുടെയും സംസാര രീതി ചെക്ക് ചെയ്താൽ തന്നെ ഡോക്ടർ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ വിദേശത്ത് പോയി പഠനം നടത്തി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഹെഡായിട്ട് നിൽക്കുന്ന ആളാണ്. അവർ മറ്റ് സബ് ഡോക്ടേഴ്സാണ് കല്യാണിയെ നോക്കുന്നതെങ്കിലും ഓരോ 3 മാസം കൂടുന്തോറും ഇതിൻ്റെ ഓരോ ഘട്ടവും കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് ഈ ഡോക്ടർ കല്യാണിയെ ട്രീറ്റ്മെൻറ്റിന് വിധേയക്ക്. എന്തായാലും ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും അവർ ആ പ്രേക്ഷകരെ പറ്റിക്കുന്നുണ്ടല്ലേ. കുറേ സൺസ്ക്രീൻ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടാണ് അവർ ഇതൊക്കെ ഞാൻ തേക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വീണ്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നും പറഞ്ഞ് അവർ പ്രൊമോഷൻ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സിനൊക്കെ ഒരു പ്രത്യേക നിയമങ്ങൾ വരണം. ഇങ്ങനെയൊക്കെ കണ്ട സാധനങ്ങൾ, കെമിക്കല്, നമ്മളുടെ ഈവൻ കിഡ്നീനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു പെൺകുട്ടികൾ മുതൽ ഇത് സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ധാർമ്മികത, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു എത്തിക്സ് ഒക്കെ സ്വയം പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.